ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഹോണറിൻ്റെ മാജിക് V3 എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ലിമ്മാണ്. നമ്മൾ ഈ സാംസങ് ഫോൾഡ് എന്ന് പറയുന്ന പോലത്തെ ഒന്നല്ല. ഇത് കണ്ടോ, നമ്മളിത് തുറന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും വിടുത്ത് വരുന്നുള്ളൂ. ടേക്കിംഗ് എ വീഡിയോ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഔട്ടർ സ്ക്രീൻ വരുന്നത് നമുക്ക് 6.5 ആണ് ഈ ഒരു സ്ക്രീൻ വരുന്നത്. കണ്ടോ, 6 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. പിന്നെ ഇത് അകത്തെ സ്ക്രീൻ വരുന്നത് 8 ഇഞ്ച് സ്ക്രീനാണ്. 8 ഇഞ്ച് സ്ക്രീനാണ്. പിന്നെ ഇതിൽ 12 GB റാം, പിന്നെ ഒരു 12 GB ടർബോ എന്ന് പറഞ്ഞ് വേറൊരു റാം, പിന്നെ ഇൻബിൽറ്റ് 512 GB. പിന്നെ ഈ ബാക്കിലെ ക്യാമറ 50 മെഗാ പിക്സൽ, പിന്നെ ഒരു 40 മെഗാ പിക്സൽ. ഫ്രണ്ടിലെ ക്യാമറ 20 മെഗാ പിക്സൽ. പിന്നെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് 14 അവൈലബിൾ ആണ്. 5150 mAh ബാറ്ററി, 60 വാട്ട്സ് വയേർഡ് ആൻഡ് 50 വാട്ട്സ് വയർലെസ്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 ജനറേഷൻ 3 ആണ് പ്രൊസസ്സർ വരുന്നത്. എന്തുകൊണ്ടും ആർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സൂപ്പർ ഫോണാണ്. പിന്നെ ഇത് നോർമൽ യൂസിന് പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് എന്ത് ഉപയോഗിക്കാം. ഫുള്ള് തുറന്നിട്ട് തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു മെസ്സേജൊക്കെ എടുത്ത് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ കണ്ടോ, നമ്മുടെ സാധാരണ ഫോൺ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. നല്ല സ്ലിമ്മാണ്. വെയിറ്റും അത്ര പെടുത്തില്ല, വെയിറ്റ് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഹോണർ അത്രയും ഫേമസ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാണാനും സ്റ്റൈലാണ്. കണ്ടോ, ഇത് കളറൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഒരു ലേഡീസ് കളറാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെൻസിന് പറ്റിയ കളർ ഏറുള്ളൂ. ഇത് ബ്ലാക്ക് ഉണ്ട്, നല്ല നൈസ് കളറാണ്. ഇതിൻ്റെ ഒരു ഗ്രീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ കാണാം. ഇതാണ് ആ ഗ്രീൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഹോണർ മാജിക് V3.